എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്ന് കുറച്ചുകൂടെ വേഗത ഉണ്ടാക്കുക ഈ ഇന്നത്തെ വരവിൽ? അത് തീർച്ചയായും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനവധി നടന്നു വരികയാണ്. വികസന റോഡ് കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നതോടുകൂടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒട്ടനവധി വർക്കുകൾ നടന്നു വരികയുണ്ടായി. പല കോടികളുടെ വികസനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടക്കുകയുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഇനിയിപ്പോൾ സി കൃഷ്ണകുമാർജി ജയിക്കുന്നതോടുകൂടി ഒരു കേന്ദ്ര സ്ഥാനം നൽകുമെന്നൊരു ആഹ്വാനമുണ്ട്. ഈ പാലക്കാട് ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കും എന്നുള്ളൊരു ആഹ്വാനങ്ങൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കേൾപ്പുള്ള വ്യക്തി തന്നെയാണ് സി കൃഷ്ണകുമാർജി. നിങ്ങളിപ്പോൾ വോട്ടർമാരോട് പറയുന്നത് നിങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ് വിജയിപ്പിക്കേണ്ടത്. അതെ, തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രിയെ വിജയിപ്പിക്കുന്നതോടുകൂടി പാലക്കാട് നഗരസഭ ഒരു 10 കൊല്ലമായി BJP ഭരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് ഒരു കേന്ദ്രമന്ത്രി ഒരു MP കൂടെ പാലക്കാടിന് നൽകിയാൽ നല്ല രീതിയിലുള്ള വികസനം തന്നെ കാഴ്ചവെക്കുന്ന ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അല്ലെ? നിങ്ങളുടെ MP ഇപ്പോൾ നിങ്ങളുടെ MLA വടകരയ്ക്ക് പോയേക്കാണ്. അതെ, അദ്ദേഹം തിരിച്ചു വരുമോ? എന്താ പ്രതീക്ഷിക്കുന്നത്? അത് അറിയില്ല. അത് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് തീരുമാനമാവും. തിരിച്ചു വന്നില്ലേ നിങ്ങൾ ഈ മണ്ഡലം പിടിക്കും? അത് പിടിക്കും. തീർച്ചയായും ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. പാർട്ടി അതിന് നേതൃത്വങ്ങൾ ഉള്ള സംവിധാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വിനേഷ്, പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമുക്കിപ്പോൾ കാണാം ഓരോരുത്തരായി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ സ്ഥലത്തേക്ക്, ഈ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഈ പ്രധാനമന്ത്രി സ്വീകരിക്കാനായി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുണ്ട്, പാർട്ടിയുടെ നേതാക്കളുണ്ട്, മറ്റ് ഈ പോഷക സംഘടനകളുടെ ഭാരവാഹികളുണ്ട്, ഒപ്പം സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായ ആളുകളെയുമൊക്കെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരായി എത്തുന്ന കാഴ്ച കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ അവരോടൊക്കെ എത്ര വലിയൊരു ആവേശമാവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദിജിയുടെ ഈ പാലക്കാട്ടേക്കുള്ള വരവ്? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന ആളാണ്. അത് BJP-ക്കാരാണ് അത് സംസാരിക്കേണ്ടത്. അല്ല, കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസന കാര്യങ്ങളിൽ എത്ര ഇതാവും? അദ്ദേഹം പതിവായ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ RSSന്റെ സംഖ്യാലാണ്. ഞാനല്ല. ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്, അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് സഹായിക്കുക അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവ്? തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നേതാവാണ്. ഭാരത പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പാലക്കാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അത് അഭിമാനകരമായ നിമിഷമാണ്. 100% കേരളത്തിൽ അദ്ദേഹം 2 അക്കത്തിൽ BJP ജയിക്കുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അത് വെറുതെ പറയില്ല. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 100% ഈ രാജ്യത്ത് വികസനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധ്യമാവൂ, നരേന്ദ്രമോദിയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കൃത്യമായ ഒരു വോട്ട് മുന്നേറ്റം ഉള്ള സ്ഥലമാണ് പാലക്കാട് അല്ലെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കി. നഗരസഭ 10 വർഷമായി ഭരിക്കുന്നു. മലമ്പുഴയിലൊക്കെ ഗണ്യമായ വോട്ട് വീതമുണ്ട്. അങ്ങനത്തിൽ BJP-യുടെ ഒരു കേന്ദ്രത്തിലെ തന്നെ പദ്ധതികളുടെ ഒരു ഭാഗമായ ജില്ലയാണ് പാലക്കാട്. തീർച്ചയായിട്ടും. അതായത് 2 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് 50,000 വോട്ടുണ്ട്. അതേപോലെ തന്നെ മലമ്പുഴയിലും 50,000 വോട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ഒറ്റപ്പാലം, ഷൊർണൂര്, കോങ്ങാട് എന്നിവ അടങ്ങുന്നതാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. 100% ജയിക്കാൻ വിധത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ മോദിജിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട്. അത് രാജ്യവ്യാപകമായിട്ട് അക്കാര്യം ഊന്നിയാണ് ഇത്തവണ വോട്ട് തേടുന്നതും അല്ലെ? അത് കേരളത്തിൽ മൊത്തത്തിൽ ഒന്ന് പരക്കാൻ ഇടയാക്കും ഇത്തരം സന്ദർശനങ്ങൾ. തീർച്ചയായും 100% മോദിജിയുടെ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ സർക്കാർ ചെയ്ത വികസന പദ്ധതികളും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിന് മാത്രം അതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ, ഇതര കക്ഷിയിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് 100% ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ വലിയ ആവേശത്തിലാണ്. കാരണം അദ്ദേഹം നിരന്തരമായി അടുത്ത കാലത്ത് കേരളത്തിലേക്ക് വരുന്നു, തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു. അത് ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം BJP-യുടെ ഈ സംഘടനാ ശക്തിയിലും ഒപ്പം ഈ സർക്കാരുകളിൽ ഉള്ള പങ്കാളിത്തമൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 സീറ്റ് എന്ന മോദിജിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് ഈ BJP പ്രവർത്തകർ പറയുന്നത്. വിനീഷ്.